ഹലോ കാർ ഫാക്ടറി വ്യൂവേഴ്സ്. ഇന്ത്യൻ വാഹന വിപണിയുടെ തലവര മാറ്റിയ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയും അവരുടെ നിലവിൽ പുറത്തിറങ്ങുന്ന കുറച്ചു കാറുകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനിക്കാൻ സാധിക്കാവുന്ന ഈ കമ്പനിയുടെ പേരാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ വാഹന നിർമ്മാണ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ്. ലോകത്തിലെ 18ാമത്തെ വലിയ വാഹന നിർമ്മാതാവും 4ാമത്തെ വലിയ ട്രക്ക് നിർമ്മാണ കമ്പനിയും 2ാമത്തെ വലിയ ബസ് നിർമ്മാതാക്കളുമാണ് ടാറ്റ മോട്ടോഴ്സ്. ഇന്ത്യയിലെ പല പ്രമുഖ നഗരങ്ങൾ കൂടാതെ സൗത്ത് കൊറിയ, യുണൈറ്റഡ് കിങ്ഡം, അർജന്റീന എന്നീ രാജ്യങ്ങളിലും ടാറ്റയുടെ നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും ഈ കമ്പനി പാസഞ്ചർ കാറുകൾ, ട്രക്കുകൾ, വാനുകൾ, കോച്ചുകൾ, ബസ്സുകൾ, മിലിറ്ററി വാഹനങ്ങൾ എന്നിവയൊക്കെയാണ് നിർമ്മിക്കുന്നത്. 1945-ൽ ടെൽക്കോ എന്ന പേരിൽ ഒരു ലോക്കോമോട്ടീവ് നിർമ്മാതാവ് എന്ന നിലയിൽ സ്ഥാപിതമായ ടാറ്റ ഗ്രൂപ്പ് ജർമ്മനിയിലെ ഡെയിംലർ ബെൻസുമായി ചേർന്നതിനു ശേഷമാണ് വാണിജ്യ നിർമ്മാണ മേഖലയിലേക്ക് കടക്കുന്നത്. 1998-ൽ പുറത്തിറങ്ങിയ ഇൻഡിക്ക മുതൽ സിയറ, സുമോ, സഫാരി, നാനോ എന്നിങ്ങനെ ഒരുപാട് ജനപ്രിയ വാഹനങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ച ടാറ്റ മോട്ടോഴ്സിന്റെ നിലവിൽ പുറത്തിറങ്ങുന്ന കാറുകൾ ഏതൊക്കെയെന്ന് കാർ ഫാക്ടറിയുടെ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, ടാറ്റ നെക്സോൺ. 2021-ൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട സബ് 4 മീറ്റർ കോമ്പാക്ട് SUV ആണ് ടാറ്റ നെക്സോൺ. ടാറ്റ മോട്ടോഴ്സ് 2017-ൽ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച ടാറ്റ നെക്സോൺ ബ്രാൻഡിൽ നിന്നുള്ള ആദ്യത്തെ സബ് കോമ്പാക്ട് ക്രോസ് ഓവർ SUV കൂടിയാണ്. നിലവിൽ 7.70 ലക്ഷം മുതൽ 14.18 ലക്ഷം രൂപ വരെ ഇന്ത്യയിലെ എക്സ്ഷോറൂം വില വരുന്ന ഇവ പെട്രോൾ, ഡീസൽ എന്നിങ്ങനെ എഞ്ചിൻ ഓപ്ഷനുകളിൽ 7 വേരിയന്റുകളിൽ 8 നിറങ്ങളിൽ വിൽപ്പനയിലുണ്ട്. കൂടാതെ ഇവയുടെ ഇലക്ട്രിക് മോഡലും ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയിരുന്നു. ഇനി ഈ SUVയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1199 cc ഡിസ്പ്ലേസ്മെന്റിൽ 120 bhp പവറും 170 Nm ടോർക്കും ജനറേറ്റ് ചെയ്യാൻ പ്രാപ്തമായ 1.2 ലിറ്റർ ടർബോ ചാർജ്ഡ് റെവോട്രോൺ പെട്രോൾ എഞ്ചിനും 1497 cc ഡിസ്പ്ലേസ്മെന്റിൽ 110 bhp പവറും 260 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 1.5 ലിറ്റർ 4 സിലിണ്ടർ റിവോട്രോക് ടർബോ ഡീസൽ എന്നീ 2 എഞ്ചിൻ ഓപ്ഷനിലാണ് നെക്സോൺ എത്തുന്നത്. ഈ 2 എഞ്ചിനുകളും 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് AMT ഗിയർ ബോക്സ് ട്രാൻസ്മിഷനിലാണ് എത്തുന്നത്. 2018-ലെ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് നേട്ടം കൈവരിച്ച ഈ 5 സീറ്റർ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം ആ വർഷം തന്നെ ഇന്ത്യയിൽ വിറ്റഴിച്ചതിൽ പരമാവധി സേഫ്റ്റി റേറ്റിംഗ് നേടിയ ആദ്യത്തെ കാറായി തിരഞ്ഞെടുത്തിരുന്നു. ഏകദേശം 16.3 മുതൽ 22 കിലോമീറ്റർ മൈലേജ് ഈ വാഹനം നൽകുന്നുണ്ട്. ടാറ്റ നെക്സോണിന്റെ ടോപ്പ് വേരിയന്റിൽ പനോരമിക് സൺറൂഫിനൊപ്പം ഓട്ടോമാറ്റിക് വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾ എന്നീ ഫീച്ചറുകളുമുണ്ട്. ഡുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ESP, ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റ് മൗണ്ട്, പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളുള്ള LED, DRL, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള 8 സ്പീക്കർ ഓഡിയോ സിസ്റ്റം, ഡ്രൈവ് മോഡ് എന്നിവയാണ് മറ്റുള്ള ആകർഷണങ്ങൾ. അപ്പോൾ ടാറ്റയുടെ ലൈനപ്പിലെ അടുത്ത വണ്ടിയാണ് ടാറ്റ ഹരിയർ. ടാറ്റയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലാൻഡ് റോവറിന്റെ റേഞ്ച് റോവർ SUVകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് 2019-ൽ തങ്ങളുടെ തുറുപ്പ് ചീട്ടായി അവതരിപ്പിച്ച മിഡ് സൈസ് SUV ആണ് ടാറ്റ ഹെരിയർ. നിലവിൽ ഇവയുടെ ഡീസൽ വേരിയന്റുകൾ മാത്രമാണ് പുറത്തിറങ്ങുന്നുള്ളൂവെങ്കിലും അടുത്ത വർഷം പെട്രോൾ എഞ്ചിൻ നിരത്തുകളിൽ എത്തുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1956 cc ഡിസ്പ്ലേസ്മെന്റിൽ 2.0 ലിറ്റർ 4 സിലിണ്ടർ മൾട്ടി ജെറ്റ് ടർബോ ഡീസൽ എഞ്ചിനിലാണ് ഈ SUV എത്തുന്നത്. ഈ എഞ്ചിൻ പീക്ക് RPMകളിൽ 167 bhp പവറും 350 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും നിരത്തിലെത്തുന്ന ടാറ്റ ഹെരിയർ 30 വേരിയന്റുകളിലും 6 നിറങ്ങളിലുമായി സ്വന്തമാക്കാൻ സാധിക്കും. പനോരമിക് സൺറൂഫ്, 6 രീതിയിൽ ക്രമീകരിക്കാവുന്ന ഇലക്ട്രിക് ഡ്രൈവർ സീറ്റ്, 8.8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോ ഡിമിംഗ് റിയർ വ്യൂ മിററുകൾ, 17 ഇഞ്ച് 2 ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ, LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ, റിയർ പാർക്കിംഗ് സെൻസർ എന്നിവയാണ് ടാറ്റ ഹെരിയറിലെ പ്രധാന ഫീച്ചറുകൾ. കൂടാതെ ABS, ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഓഫ് റോഡ് ABS, ഇലക്ട്രോണിക് ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് കൺട്രോൾ, ഹിൽ ഡീസൻ കൺട്രോൾ, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ്, ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റ്, 6 എയർ ബാഗുകൾ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചറുകളും ഇവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 425 ലിറ്റർ ബൂട്ട് സ്പേസും 50 ലിറ്റർ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റിയുമുള്ള ഈ 5 സീറ്റർ SUV 16.35 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. 14.80 മുതൽ 22.35 ലക്ഷം രൂപ വരെയാണ് ഹെരിയറിന്റെ എക്സ്ഷോറൂം വില. അടുത്ത വണ്ടി ടാറ്റ സഫാരി. കഴിഞ്ഞ വർഷം ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ച 7 സീറ്റർ SUV ആണ് ടാറ്റ സഫാരി. ഒറ്റ നോട്ടത്തിൽ ടാറ്റ ഹരിയറിന് സാമ്യമുള്ളതാണ് സഫാരിയുടെ ഡിസൈൻ.
അരിയറിന് സമാനമായി ലാൻഡ് റോവറിന്റെ D8-ൽ നിന്ന് വേർതിരിച്ചെടുത്ത ഒമേഗ പ്ലാറ്റ്ഫോമിലാണ് 2021 സഫാരിയും നിർമ്മിച്ചിരിക്കുന്നത്. 1998-ലാണ് സഫാരി ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. നീണ്ട 20 വർഷത്തിനു ശേഷം 2019-ൽ ഇവയെ BS6 എമിഷൻ നിയന്ത്രണങ്ങൾ പ്രകാരം വിപണിയിൽ നിന്ന് പിൻവലിച്ചിരുന്നു. എന്നാൽ ഇവയുടെ പവറും പെർഫോമൻസും കൂട്ടി കൂടുതൽ സ്റ്റൈലിഷ് ലുക്കുമായി എത്തിയ സഫാരിയാണ് ഇപ്പോൾ വിൽപ്പനയിലുള്ള 2021 മോഡൽ. നിലവിൽ ഡീസൽ വേരിയന്റിലായി 9 കളർ ഓപ്ഷനുകളിലാണ് ഇവ പുറത്തിറങ്ങുന്നത്. 8.8 ഇഞ്ച് ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേയുള്ള ഡാഷ്ബോർഡ്, 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, 9 സ്പീക്കർ JBL സൗണ്ട് സിസ്റ്റം, പനോരമിക് സൺറൂഫ്, ആംബിയന്റ് ലൈറ്റിംഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകൾ, ഫോൾഡബിൾ റിയർ വ്യൂ മിററുകൾ എന്നിവയാണ് ഇവയിലെ പ്രധാന ഫീച്ചറുകൾ. കൂടാതെ ABS വിത്ത് EBD, ട്രാക്ഷൻ കൺട്രോൾ, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ESP, ഹിൽ ഡീസന്റ് കൺട്രോൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, 6 എയർ ബാഗുകൾ എന്നിവയാണ് സേഫ്റ്റി ഫീച്ചറുകൾ. 1956cc ഡിസ്പ്ലേസ്മെന്റിൽ മാക്സിമം RPMകളിൽ 167 bhp പവറും 350 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 2.0 ലിറ്റർ ക്രയോടെക് ടർബോ ഡീസൽ എഞ്ചിനാണ് സഫാരിയെ ചലിപ്പിക്കുന്നത്. 6 വേരിയന്റുകളിലായി എത്തുന്ന ഈ ഫുൾ സൈസ് SUV 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് എന്നീ ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ തിരഞ്ഞെടുക്കാം. ലിറ്ററിന് 14 മുതൽ 16.1 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം 73 ലിറ്റർ ബൂട്ട് സ്പേസും 50 ലിറ്റർ ഇന്ധനം സംഭരിക്കാനും ശേഷിയുണ്ട്. 15.44 മുതൽ 23.75 ലക്ഷം രൂപ വരെയാണ് സഫാരിയുടെ എക്സ്-ഷോറൂം വില. ടാറ്റ മോട്ടോഴ്സിൽ നിന്നുള്ള അടുത്ത കാറാണ് ടാറ്റ ടിയാഗോ. മാരുതി സുസുക്കി അടക്കി വാണിരുന്ന ഇന്ത്യൻ എൻട്രി ലെവൽ കാർ മാർക്കറ്റിൽ ടാറ്റയുടെ മാസ്റ്റർ സ്റ്റോക്കായിരുന്നു 2016-ൽ പുറത്തിറങ്ങിയ ടിയാഗോ എന്ന പവർഫുൾ ക്രോസ് ഓവർ ഹാച്ച്ബാക്ക്. ടാറ്റയുടെ ജനപ്രിയ ഹാച്ച്ബാക്ക് മോഡലായ ഇൻഡിഗയ്ക്ക് പകരക്കാരനായാണ് കമ്പനി ടിയാഗോയെ അവതരിപ്പിക്കുന്നത്. നിലവിൽ ഈ 5 സീറ്റർ ഹാച്ച്ബാക്ക് പെട്രോൾ എഞ്ചിൻ വേരിയന്റിലാണ് ഇറങ്ങുന്നത്. ഇവ 1.2 ലിറ്റർ 3 സിലിണ്ടർ റെവോട്രോൺ പെട്രോൾ എഞ്ചിൻ 6000 RPMൽ 86 bhp പവറും 3300 RPMൽ 113 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 14 വേരിയന്റുകളിലും 3 നിറങ്ങളിലും എത്തുന്ന ഈ വാഹനത്തിൽ 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളാണ് ട്രാൻസ്മിഷൻ വരുന്നത്. 14 ഇഞ്ച് അലോയ് വീലുകൾ, LED DRLകളോട് കൂടിയ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയടങ്ങിയ 7.0 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഹർമൻ 8 സ്പീക്കർ സറൗണ്ട് സൗണ്ട് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ടിയാഗോയുടെ സവിശേഷതകളാണ്. സുരക്ഷയിലും യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറാകാതെയാണ് ടിയാഗോ എത്തിയത്. ഗ്ലോബൽ എൻകാപ് ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ റേറ്റിംഗ് നേട്ടം ഈ വാഹനം സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ABS വിത്ത് EBD, ഡ്യുവൽ എയർ ബാഗുകൾ, റിയർ പാർക്കിംഗ് ക്യാമറ, ഹൈ സ്പീഡ് അലേർട്ട് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങളും ടാറ്റ ഈ ഹാച്ച്ബാക്കിൽ നൽകിയിട്ടുണ്ട്. അടുത്തിടെ ഈ വാഹനത്തിന്റെ CNG എഞ്ചിനും ടിയാഗോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ലിറ്ററിന് 23.84 കിലോമീറ്ററാണ് ടിയാഗോയ്ക്ക് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. 5.44 ലക്ഷം മുതൽ 7.90 ലക്ഷം രൂപ വരെയാണ് ടിയാഗോയുടെ എക്സ്-ഷോറൂം വില. അടുത്ത വണ്ടി ടാറ്റ ടിഗോർ. 6.10 ലക്ഷം മുതൽ 8.84 ലക്ഷം രൂപ വരെ എക്സ്-ഷോറൂം വില വരുന്ന ടാറ്റ ടിഗോർ 18 വേരിയന്റുകളിലും 4 നിറങ്ങളിലും ലഭ്യമാണ്. 1199cc എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റിൽ 6000 RPMൽ 84 bhp പവറും 3500 RPMൽ 110 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 1.2 ലിറ്റർ റെവോട്രോൺ പെട്രോൾ എഞ്ചിൻ, 72 bhp പവറും 95 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 1.2 ലിറ്റർ CNG എഞ്ചിൻ എന്നീ 2 വേരിയന്റുകളിലാണ് ഈ 5 സീറ്റർ സെഡാൻ പുറത്തിറങ്ങുന്നത്. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനിലാണ് ഈ 2 വേരിയന്റുകളും എത്തുന്നത്. 35 ലിറ്റർ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റിയും 419 ലിറ്റർ ബൂട്ട് സ്പേസുമുള്ള ഇവ ലിറ്ററിന് 19.27 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ. സുരക്ഷാ ഫീച്ചറുകളിൽ ഡ്യുവൽ എയർ ബാഗുകൾ, റിയർ പാർക്കിംഗ് ക്യാമറ, ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്, EBD, സ്പീഡ് സെൻസിംഗ്, ഓട്ടോ ഡോർ ലോക്ക്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം തുടങ്ങിയവയാണ് പ്രധാനമായിട്ടുള്ളത്. ടാറ്റ ഇന്ത്യയിൽ പുറത്തിറക്കുന്ന മറ്റൊരു വണ്ടിയാണ് ടാറ്റ അൾട്രോസ്. ഇന്ത്യൻ വാഹന വിപണി ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന വാഹനങ്ങളിലൊന്നാണ് ടാറ്റയുടെ പ്രീമിയം ഹാച്ച്ബാക്ക് മോഡലായ അൾട്രോസ്. ഇന്ത്യൻ വിപണിയിലെ ബ്രാൻഡിന്റെ ആദ്യത്തെ പ്രീമിയം ഹാച്ച്ബാക്ക് കൂടിയാണ് ടാറ്റ അൾട്രോസ്. 27 വേരിയന്റുകളിലും 3 നിറങ്ങളിലും ലഭ്യമാകുന്ന ഇവ 2 എഞ്ചിൻ ഓപ്ഷനുകളിലാണ് എത്തുന്നത്. 1.2 ലിറ്റർ റിവോട്രോൺ പെട്രോൾ എഞ്ചിൻ ഉയർന്ന RPMൽ 82 bhp പവറും 113 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവയുടെ 1.5 ലിറ്റർ റിവോടോർക്ക് ഡീസൽ യൂണിറ്റാണ് മറ്റൊരു എഞ്ചിൻ. ഇവ 90 bhp പവറും 200 Nm പീക്ക് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 2 എഞ്ചിനും 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് എത്തുന്നത്. ടാറ്റ മോട്ടോഴ്സ് അതിന്റെ എല്ലാ വേരിയന്റുകളിലും നിരവധി ഫീച്ചറുകൾ ഉൾക്കൊള്ളിച്ചാണ് അൾട്രോസിനെ നിരത്തിലിറക്കിയത്. മെറ്റൽ ഫിനിഷ്, ഇന്റീരിയർ ഡോർ ഹാൻഡിലുകൾ, LED ഹെഡ്ലാമ്പുകൾ, LED DRLകളോട് കൂടിയ ഹെഡ്ലൈറ്റുകൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, 90 ഡിഗ്രി ഓപ്പണിംഗ് ഡോറുകൾ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ,
ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിങ്ങനെയാണ് ഇന്റീരിയറിലെ സവിശേഷതകൾ. ഇനി വാഹനത്തിന്റെ സേഫ്റ്റി ഫീച്ചറുകൾ എടുത്താൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ, ABS വിത്ത് EBD, ഓട്ടോ ഹെഡ് ലാമ്പുകൾ, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ, ക്യാമറ, ഹൈസ്പീഡ് അലേർട്ട് സിസ്റ്റം എന്നിവയാണ് പ്രധാനമായിട്ടുള്ളത്. 16 ഇഞ്ച് ലേസർ കട്ട് ഡ്യുവൽ ടോൺ അലോയ് വീലുകളാണ് അൾട്രോസിന്റെ മറ്റൊരു ആകർഷണം. 6.34 മുതൽ 10.25 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് ടാറ്റ അൾട്രോസ് എത്തുന്നത്. അപ്പോൾ ടാറ്റ ലൈനപ്പിലെ ലാസ്റ്റ് വണ്ടിയെ പരിചയപ്പെടാം. ടാറ്റ പഞ്ച് 30 വ്യത്യസ്ത വേരിയന്റുകളിലും 6 നിറങ്ങളിലും ലഭ്യമാകുന്ന ഈ 5 സീറ്റർ മൈക്രോ SUV 6000 RPM മുകളിൽ 84 bhp പവറും 3300 RPM മുകളിൽ 113 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിലാണ് ഇറങ്ങുന്നത്. ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ നേട്ടം കൈവരിച്ച ഈ വാഹനം 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് ഓട്ടോമാറ്റിക് എന്നീ ട്രാൻസ്മിഷനോടുകൂടി 5.49 ലക്ഷം രൂപ മുതൽ 8.49 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് എത്തുന്നത്. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഫീച്ചറുകളുമായി എത്തിയ വാഹനമാണ് ടാറ്റ പഞ്ച്. ഡുവൽ ടോൺ എക്സ്റ്റീരിയർ, 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, റെയിൻ സെൻസറിംഗ് വൈപ്പർ എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ. ഡുവൽ എയർ ബാഗുകൾ, ABS, EBD, കോർണർ സേഫ്റ്റി കൺട്രോൾ, കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയ ഫ്രണ്ട് ഫോഗ് ലാമ്പ്, ചൈൽഡ് സീറ്റ് ഐസോഫിക്സ് ആങ്കർ, സെൻട്രൽ ലോക്കിംഗ് എന്നിവയാണ് സുരക്ഷാ ഫീച്ചറുകൾ. ലിറ്ററിന് 18.97 കിലോമീറ്റർ ഉയർന്ന മൈലേജ് നൽകുന്ന ഇവയ്ക്ക് 37 ലിറ്റർ ഇന്ധനം സംഭരിക്കാൻ സാധിക്കും. 366 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. മുന്നിൽ ഡിസ്ക് ബ്രേക്കും പിറകിൽ ഡ്രം ബ്രേക്കും വരുന്ന ഈ SUV 16.5 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റ മോട്ടോഴ്സിന്റെ നിലവിൽ പുറത്തിറക്കുന്ന കാറുകൾ ഏതൊക്കെയെന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ. ടാറ്റയുടെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ജാഗ്വാർ, ലാൻഡ് റോവർ വണ്ടികൾ ഏതൊക്കെയെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. തൽക്കാലം നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. സ്റ്റേ ട്യൂൺ ഫോർ ദ കാർ ഫാക്ടറി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്.